പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, ദൈവവചനം കേൾക്കാൻ ഒരുങ്ങുന്ന ഈ സമയം നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് ആത്മാവിൻ്റെ ഒരു പുതിയ അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അഭിഷേകത്തോടു കൂടി വചനം കേട്ടാലേ വചനം നമ്മുടെ ഹൃദയത്തിൽ പതിയുള്ളൂ. അത് നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കണം. ആ വലിയ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ ഈ തിരുവചനങ്ങൾ നമുക്ക് ശ്രവിക്കാം. പരിശുദ്ധാത്മയുടെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും പ്രാർത്ഥനാ സഹായം നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, ഈശോ ഈ ഭൂമിയിൽ വന്നത് ഈ ലോകത്തെ അന്ധകാരത്തിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് മോചിപ്പിച്ച് ലോകം മുഴുവൻ പ്രകാശം പരത്താൻ വേണ്ടിയാണ്. യെശയ്യായുടെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ 2-ാം വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു, അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം വലിയ പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ ഒരു ദീപ്തി ഉദയം ചെയ്തു. യേശു ഈ ഭൂമിയിൽ വരുന്നതിന് ഏതാണ്ട് 800 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനാണ് യെശയ്യാ. യെശയ്യാ ദീർഘദർശിയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ദൈവപുത്രനായ ഈശോ ഈ ഭൂമിയിൽ വന്ന് ഈ ഭൂമിയിലെ ഇരുട്ട്, അന്ധകാര ശക്തികളെ ഇല്ലാതാക്കി ലോകം മുഴുവനും പ്രകാശം പരത്തും. പ്രകാശത്തിൻ്റെ ഉടയവനായിട്ടാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്. ഈശോയുടെ വരവിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള തിരുവചനങ്ങളാണ് അത്. 4-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള തിരുവചനങ്ങൾ: സമുദ്രത്തിലേക്കുള്ള വഴിയിൽ, ജോർദാൻ്റെ മറുകരയിൽ, സെബുലൂൺ നപ്താലി പ്രദേശങ്ങൾ, വിജാതീയരുടെ ഗലീലി. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി: മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരെയും പ്രകാശിപ്പിക്കാൻ, ഈ ലോകം മുഴുവൻ പ്രകാശിപ്പിക്കാൻ, അന്ധകാര ശക്തികളെ ഇല്ലാതാക്കാൻ യേശുക്രിസ്തു പ്രകാശമായി ഈ ഭൂമിയിൽ വന്നു. അവിടുന്ന് ഇപ്രകാരം അരുൾ ചെയ്തു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 12-ാം വചനത്തിൽ: ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ലോകത്തിൻ്റെ പ്രകാശമായിട്ടാണ് ഈശോ ഈ ഭൂമിയിൽ വന്നത്. പ്രകാശമായ ഈശോയെ സ്വീകരിക്കുന്നവരും ഈ ലോകത്ത് പ്രകാശമായി മാറേണ്ടവരാണ്. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല എന്ന് യേശു പറഞ്ഞു. നമ്മളെല്ലാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതോ ഒരു വ്യക്തിയും യേശുവാകുന്ന പ്രകാശം സ്വീകരിച്ച് ഈ ലോകത്ത് പ്രകാശം പ്രസരിപ്പിച്ച് പ്രകാശം പരത്തി ജീവിക്കേണ്ടവരാണ്. എന്നാൽ നാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു പോയാൽ നമുക്ക് മനസ്സിലാകും, ഈശോയെ സ്വീകരിച്ചിരിക്കുന്നവർ എന്ന് അഭിമാനിക്കുമ്പോൾ തന്നെ മാമോദിസ സ്വീകരിച്ചവർ, ദിവസവും ദേവാലയത്തിൽ പോകുന്നവർ, പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ, ഇങ്ങനെയുള്ളവരൊക്കെ ആണ് എങ്കിൽ പോലും പലപ്പോഴും ഇരുട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നത് ഒരു വാസ്തവമാണ്. ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണ്? അത് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. റോമാലേഖനത്തിൽ 13-ാം അധ്യായം 11 മുതൽ തിരുവചനങ്ങളിൽ ഇരുട്ട് എന്താണ് എന്ന് പൗലോസ്ലീഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 13-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള തിരുവചനങ്ങൾ: ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്നാൽ ഇപ്പോൾ രക്ഷ നമ്മളാരും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ഇല്ലാതാക്കി പരിത്യജിച്ച് പ്രകാശമുള്ളവരായിട്ട് നമുക്ക് മാറാം എന്ന്
പൗലോസ്ലീഹ പറയുകയാണ്. ഇനി എന്താണ് ഈ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ? പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യേക കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ശരീരത്തിൻ്റെ ചില വാസനകൾ, ജഡിക വാസനകളായ സുഖലോലുപത, മദ്യലഹരി, അവിഹിതമായ ബന്ധങ്ങൾ, വിഷയാസക്തി, കലഹം, അസൂയ, കോപം, ഇങ്ങനെയുള്ളതെല്ലാം അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളാണെന്ന് പൗലോസ്ലീഹ പറയുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, ഇത്തരം പ്രവൃത്തികളിലാണ് നമ്മൾ ഏർപ്പെടുന്നതെങ്കിൽ യേശുക്രിസ്തുവാകുന്ന പ്രകാശത്തെ സ്വീകരിച്ചു എന്ന് പറയുമ്പോഴും നമ്മൾ ഇരുട്ടിൽ ജീവിക്കുന്നവരാണ്. നമ്മൾ ഒരുപക്ഷെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ടാകും, എന്നാൽ വീട്ടിൽ വന്ന് മദ്യപിക്കുകയാണെങ്കിൽ, മദ്യ ആസക്തിയിൽ ജീവിക്കുകയാണെങ്കിൽ, മയക്കുമരുന്നിന് അടിമപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ, അത് നമുക്കൊരു ലഹരിയാണെങ്കിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവായ ലഹരിയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. എഫേസസ് ലേഖനത്തിൽ പൗലോസ്ലീഹ അത് വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ മദ്യലഹരിയിലാണ് ഞാനിന്ന് ജീവിക്കുന്നതെങ്കിൽ, മദ്യ ആസക്തിയുള്ള ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ, ഞാൻ ഇരുട്ടിലാണ് ജീവിക്കുന്നത്. സുഖലോലുപത, സുഖിക്കണം, അതുമാത്രം, അതാണല്ലോ ജഡത്തിൻ്റെ താല്പര്യം. സുഖിക്കുക, അതിനു വേണ്ടുന്നതെല്ലാം ചെയ്യുക, ഇഷ്ടം പോലെ ഭക്ഷിക്കുക, ഭക്ഷണം ആവശ്യം പോലെ കഴിക്കുക, അതിൽ സുഖം കണ്ടെത്തുന്നവരുണ്ട്. വേറെ തരം ജഡിക പാപങ്ങളിൽ മുഴുകി അതിൽ സുഖം കണ്ടെത്തുന്നവരുണ്ട്. അവിഹിതമായ ബന്ധങ്ങളിൽ കുടുങ്ങി അതിൽ ആനന്ദം കണ്ടെത്തുന്നവരുണ്ട്. നമുക്കറിയാം, ജീവിത പങ്കാളി ഭാര്യയുണ്ട്, അല്ലെങ്കിൽ ഭർത്താവുണ്ട്. ഭർത്താവുള്ളപ്പോൾ ഇതാ ആ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും മാറ്റി നിർത്തി അവിഹിതമായ ബന്ധങ്ങളിൽ കുടുങ്ങിക്കഴിയുന്ന സ്ത്രീകൾ, അതുപോലെ തന്നെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരെയെല്ലാം വിട്ട് വഴിവിട്ട ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർ, അവിഹിതമായ ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർ. നമുക്കറിയാം, ചിലപ്പോൾ ദേവാലയത്തിൽ പോകുന്നുണ്ടാവും, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടാവും, എല്ലാ കാര്യങ്ങളും ഭക്താഭ്യാസങ്ങൾ എല്ലാം ഉണ്ടാവും. എന്നാൽ ജീവിതത്തിൽ ആ ഭക്താഭ്യാസങ്ങളുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരു ജീവിതം നയിക്കുന്ന അനേക വിശ്വാസികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഓർക്കണേ, അവരെല്ലാം ഇരുട്ടിലാണ്. പ്രകാശമായ ഈശോയെ അവർ സ്വീകരിച്ചിട്ടില്ല. സുഖലോലുപതയിൽ കഴിയുന്നവർ, അവിഹിത ബന്ധങ്ങളിൽ കഴിയുന്നവർ, വിഷയാസക്തിയിൽ നയിക്കപ്പെടുന്നവർ, ഇങ്ങനെയുള്ളവരെല്ലാം ഇരുട്ടിലാണ് കഴിയുന്നത് എന്ന് തിരുവചനം പറയുന്നു. അവർ പ്രകാശത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഇത്തരത്തിലുള്ള ഇരുട്ടിൻ്റെ പ്രവർത്തികളെ ഉപേക്ഷിക്കാൻ അവർ തയ്യാറാകേണ്ടതുണ്ട്. ഇനിയും യോഹന്നാൻ ശ്ലീഹ ലേഖനഭാഗത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള തിരുവചനങ്ങൾ. അവിടെ യോഹന്നാൻ ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തൻ്റെ സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ്. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അവന് ഇടർച്ച ഉണ്ടാകുന്നില്ല. എന്നാൽ തൻ്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്, അവൻ ഇരുട്ടിൽ നടക്കുന്നു. ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. വീണ്ടും 1-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള തിരുവചനങ്ങൾ. ദൈവത്തിൽ അന്ധകാരമില്ല, അവിടുത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും, സത്യം പ്രവർത്തിക്കുന്നുമില്ല. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്ന പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അപ്പോൾ ഒരാൾ താൻ പ്രകാശത്തിലാണ് എന്ന് പറയുകയും അതേസമയം തൻ്റെ സഹോദരനെ ദ്വേഷിക്കുകയും അവനെ വെറുക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ കള്ളമാണ് പറയുന്നത്, അവൻ തന്നെ വഞ്ചിക്കുകയാണ്, അവൻ ഇരുട്ടിലാണ് നടക്കുന്നത്. പ്രിയമുള്ളവരെ, തിരുവചനം പറയുന്നു, വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം ഇതെല്ലാം ഇരുട്ടാണ്, അന്ധകാരമാണ്. അവൻ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളെ ചെയ്യൂ. തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്, അവൻ ഇരുട്ടിൽ നടക്കുന്നു. ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അവന് അറിയുന്നില്ല. നമുക്കറിയാം, ഏതെങ്കിലും ഒരു സഹോദരനോട് നമുക്ക് വെറുപ്പുണ്ടായാൽ, വൈരാഗ്യം ഉള്ളിൽ കയറിയാൽ, പിന്നെ അയാളെക്കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് പലപ്പോഴും നമ്മളത് അറിയില്ല. അരുതാത്തതെല്ലാം വിളിച്ചു പറയും.
അസഭ്യം പറഞ്ഞെന്നിരിക്കും, അനാവശ്യം പറഞ്ഞെന്നിരിക്കും, അയാളെക്കുറിച്ച് കുറ്റം പറയും, അപവാദം പറഞ്ഞു വരുത്തും, അയാളെ പരിഹസിക്കും. ഏതെല്ലാം വിധത്തിൽ ആ വ്യക്തിയെ നശിപ്പിക്കാൻ സാധിക്കുമോ അതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇരുട്ട് പിശാചാണ്, അത് നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഇരുട്ട് അവൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അവൻ എന്താണ് പറയുന്നതെന്ന് അവൻ അറിയുന്നില്ല, അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അവൻ അറിയുന്നില്ല. അവനെ ഇരുട്ട് അവൻ്റെ മേൽ ഭരണം നടത്തുന്നു. അവൻ പ്രകാശത്തിലാണെന്ന് പറയും, പക്ഷേ അവന് പ്രകാശവുമായി ഒരു കൂട്ടായ്മയും ഉണ്ടായിരിക്കുകയില്ല. ഇതാ തിരുവചനം പറയുന്നു, അവിടുത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും, സത്യം പ്രവർത്തിക്കുന്നുമില്ല. അപ്പോൾ വിരോധം, വെറുപ്പ് എന്നൊക്കെ പറയുന്നത് അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയാണ്. ആ വെറുപ്പിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ ഓർക്കണേ, പിശാചാണ് നമ്മളിൽ ഭരണം നടത്തുന്നത്, സാത്താനാണ് നമ്മിൽ ഭരണം നടത്തുന്നത്. ഈശോ പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് അവൻ വരുന്നത്, എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധിയായി ഉണ്ടാകാനുമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, പിശാച് വരുന്നത്, ഇരുട്ട് നമ്മിൽ കടന്നുകൂടുന്നത് നമ്മെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നാൽ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കാനാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും എല്ലാം വിരോധവും വെറുപ്പും ഉണ്ടെങ്കിൽ, ഒരുപക്ഷെ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കാം, അയൽവാസികളായിരിക്കാം, കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം, മറ്റാരെങ്കിലും ആകട്ടെ, ആരോടെങ്കിലും എല്ലാമുള്ള വെറുപ്പും വിദ്വേഷവും ഉള്ളിൽ വെച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഇരുട്ടിലുള്ള കൂട്ടായ്മയിൽ, പിശാചുമായിട്ടുള്ള കൂട്ടായ്മയിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. അതിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ യേശു ആഗ്രഹിക്കുന്നു. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം, കർത്താവ് തന്നെ നമുക്ക് അതിനുള്ള മാർഗം, അതിനുള്ള വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, നിന്നോട് തിന്മ ചെയ്യുന്നവന് നീ തിന്മ ചെയ്യരുത്, നീ നന്മ ചെയ്യണം. നിന്നെ ശപിക്കുന്നവനെ നീ അനുഗ്രഹിക്കണം, അധിക്ഷേപിക്കുന്നതിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, തിന്മ ചെയ്യുന്നവന് നന്മ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ പ്രകാശത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ നമ്മൾ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കടന്നു വരികയാണ്. പീഡിപ്പിക്കുന്നവന് വേണ്ടി അവന് നന്മയുണ്ടാകട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രകാശത്തിലേക്ക് കടന്നു വരികയാണ്, പ്രകാശത്തിൻ്റെ മക്കളായി തീരുകയാണ്. അതുപോലെ ദ്രോഹങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാകുമ്പോൾ ഈശോ കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചല്ലോ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ആകയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഈ പ്രാർത്ഥന, യേശുവിൻ്റെ പ്രാർത്ഥന നമ്മളും സ്വന്തമാക്കി നമ്മെ ദ്രോഹിക്കുന്നവർ, വേദനിപ്പിക്കുന്നവർ, നമുക്ക് നഷ്ടം വരുത്തിയവർ, വഞ്ചിച്ചവർ, ഇങ്ങനെയൊക്കെ അനേകരെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ വിരോധവും ശത്രുതയും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ, പ്രകാശമായ യേശുവിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നമ്മൾ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കി പ്രകാശത്തിലേക്ക് കടന്നു വരും. ഈശോ പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മത്തായി സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 14-ാം വചനത്തിലാണ് ഈശോ ഇത് പറയുന്നത്. അവിടുന്ന് ആദ്യം പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. പിന്നീട് അവിടുന്ന് പറയുക, എന്നെ അനുഗമിക്കുന്നവൻ അവൻ ഒരിക്കലും ഇരുട്ടിൽ നടക്കുന്നില്ല. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. നമ്മളും ലോകത്തിൻ്റെ പ്രകാശമായി തീരണം, പ്രകാശം പരത്തുന്നവരായി മാറണം. അങ്ങനെയാണ് നമ്മൾ യേശു സാക്ഷികളായിട്ട് മാറേണ്ടത്. ഇതാ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, മത്തായി സുവിശേഷം 5-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. പ്രിയമുള്ളവരെ, സൽപ്രവർത്തികൾ എന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾക്കറിയാം. നന്മയുടെ പ്രവൃത്തികൾ, സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ, വിട്ടുവീഴ്ചയുടെ പ്രവൃത്തികൾ, സഹനത്തിൻ്റെ പ്രവൃത്തികൾ, സൗമ്യതയുടെയും ശാന്തതയുടെയും പ്രവൃത്തികൾ, ഇങ്ങനെയുള്ള സൽപ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മൾ പ്രകാശത്തിൻ്റെ മക്കളായി മാറുകയാണ്. അതാണ് കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, പലപ്പോഴും ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സമയത്ത് വചനം കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരാത്മശോധന ചെയ്യണം. ഞാനിന്ന് ഇരുട്ടിൻ്റെ സന്തതിയായിട്ടാണോ ജീവിക്കുന്നത്, അതോ പ്രകാശമായി ഈശോയെ സ്വീകരിച്ച് പ്രകാശത്തിൻ്റെ മക്കളായി, മകനായി, മകളായി
ആണോ ഞാൻ ജീവിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ഓരോ ആത്മപരിശോധന നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. തിരുത്തേണ്ട മേഖലകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവയോർത്ത് ദൈവസന്നിധിയിൽ നമ്മൾ പശ്ചാത്തപിക്കണം. നമ്മൾ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും, ഒപ്പം മദ്യപിക്കുകയും ചീത്ത കൂട്ടുകൂടി മറ്റ് തെറ്റായ പ്രവൃത്തികളിൽ നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊന്നും, നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ പ്രാർത്ഥന, ഭക്താഭ്യാസങ്ങൾ ഇതിനൊന്നും അർത്ഥമുണ്ടാകില്ല. ആകയാൽ ദൈവസന്നിധിയിൽ ആത്മശോധന നടത്തി തെറ്റുകുറ്റങ്ങൾ നമ്മളിലുള്ളത്, ഇരുട്ടിൻ്റെ പ്രവൃത്തികളായിട്ട് നമ്മളിലുള്ളത് ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്കെടുക്കാം. ദൈവസന്നിധിയിൽ അവയോർത്ത് നമ്മൾ പശ്ചാത്തപിക്കുന്നെങ്കിൽ അവിടുന്ന് നമ്മെ വിശുദ്ധീകരിക്കും. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ, സങ്കീർത്തനം 34:5 നമ്മൾ കാണുന്നു, കർത്താവിങ്കിലേക്ക് നോക്കിയവരെല്ലാം പ്രകാശിതരായി, അവൻ്റെ മുഖത്തേക്ക് നോക്കിയവരെല്ലാം പ്രകാശിതരായി. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ അനുദിന ജീവിതത്തിൽ യേശുക്രിസ്തുവിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയിലേക്ക് നമ്മൾ നോക്കി ഈശോയിൽ നിന്ന് നമ്മൾ ചൈതന്യം, ആത്മീയ ചൈതന്യം നമ്മൾ സ്വീകരിക്കണം. ആ ചൈതന്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള കൂദാശകൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. മാമോദീസ മുതൽ സ്ഥൈര്യലേപനം, പരിശുദ്ധ കുർബാന, പരിശുദ്ധ കുമ്പസാരം, രോഗീലേപനം, ഇങ്ങനെയുള്ള ഏത് കൂദാശകൾ സ്വീകരിക്കുമ്പോഴും നമുക്കറിയാം ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്ന വരപ്രസാദം അത് പരിശുദ്ധാത്മാവിലൂടെ നമ്മിലേക്ക് ചൊരിയപ്പെടുകയാണ്. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ, റോമാലേഖനത്തിൻ്റെ 5-ാം അധ്യായം 5-ാം വചനം, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഏത് പരിശുദ്ധ കൂദാശ നമ്മൾ സ്വീകരിക്കുമ്പോഴും ദൈവത്തിൻ്റെ വരപ്രസാദം, ദൈവിക ചൈതന്യം അതാണ് അവിടുന്ന് നമ്മിലേക്ക് ചൊരിയുന്നത്. വരപ്രസാദം അത് പരിശുദ്ധാത്മ ചൈതന്യമാണ്. ആ പരിശുദ്ധാത്മ ചൈതന്യം നമ്മൾ വന്ന് നിറയുമ്പോൾ സ്നേഹിക്കാൻ കഴിവുള്ളവരായിട്ട് നമ്മൾ മാറും. നമുക്കറിയാം കർത്താവ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ കൽപ്പന ഇതാണ്, എല്ലാറ്റിലും അധികമായി പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, സർവശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. സ്നേഹിക്കാനുള്ള ഈ വലിയ ശക്തി അത് വരപ്രസാദമായി നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധ കൂദാശകളിലൂടെയാണ്. തിരുസഭയിലുള്ള ഏതോ ഒരു കൂദാശയിലൂടെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവിക വരപ്രസാദം അല്ലെങ്കിൽ ദൈവിക ചൈതന്യം നമ്മിലേക്ക് ചൊരിയുകയാണ്. ആ ദൈവിക ചൈതന്യം എന്ന് പറയുന്നത് സ്നേഹമാണ്, ദൈവസ്നേഹം. എസെക്കിയേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്ന 36-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും. 36-ാം അധ്യായത്തിൻ്റെ 25 മുതൽ തിരുവചനങ്ങൾ, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും, ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങൾക്ക് ഞാൻ നൽകും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റി മാംസള ഹൃദയം നൽകും, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കി ഞാൻ മാറ്റും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരും അത് ചെയ്യാൻ കഴിവുള്ളവരുമായി നിങ്ങളെ ഞാൻ മാറ്റും എന്ന് പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വന്ന് നിറയുമ്പോഴാണ് ദൈവസ്നേഹം കൊണ്ട് നമ്മൾ നിറയുന്നത്. ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കാൻ, എല്ലാറ്റിലും അധികമായി ദൈവത്തെ സ്നേഹിക്കാൻ കഴിവുള്ളവരായിട്ട് നമ്മൾ മാറും. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ കൽപ്പനകൾ കാക്കുന്നവർ, അതായത് നമ്മുടെ സഹോദരങ്ങളെയും സ്നേഹിക്കാൻ കഴിവുള്ളവരായിട്ട് നമ്മൾ മാറും. ഇരുട്ടുള്ളിടത്ത് പ്രകാശം പരത്തുന്നവരായിട്ട് നമ്മൾ മാറും. അശുദ്ധിയും തിന്മയും ഉള്ളിടത്ത് വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിവുള്ളവരായിട്ട് നമ്മൾ മാറും. വിശുദ്ധരായിട്ട് നമ്മൾ മാറും. പ്രിയമുള്ളവരെ, തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ജോബിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ ആ ദേശത്ത് ജോബ് ഒരാൾ മാത്രം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിനർത്ഥം മറ്റാരും ആ ദേശത്ത് ഉണ്ടായിരുന്നില്ല എന്നല്ല, എന്നാൽ പ്രകാശം പരത്തുന്ന, ദൈവഹിതം നിറവേറ്റുന്ന ഒരാൾ ആ ദേശത്ത്
ഉസ് ദേശത്ത് ഉണ്ടായിരുന്നത് ജോബാണ്. അവൻ നീതിനിഷ്ഠനും നിഷ്കളങ്കനുമായിരുന്നു, വിശുദ്ധിയിൽ ജീവിച്ചവനായിരുന്നു. പ്രിയമുള്ളവരെ, ഓർക്കണേ, അശുദ്ധിയും തിന്മയും പെരുകിയ ഈ ലോകത്ത് നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കും. അതിനുള്ള ശക്തി, അന്ധകാരം നിറഞ്ഞ ലോകത്ത് പ്രകാശം പരത്തുന്നവരായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതിനുള്ള ശക്തി ദൈവത്തിൻ്റെ ആത്മാവാണ് നമുക്ക് നൽകുന്നത്. ചുറ്റും ഉള്ള തിന്മയെ, അന്ധകാരത്തെ പഴിച്ച് നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. അന്ധകാരം നിറഞ്ഞ ലോകത്ത് നമ്മളെക്കൊണ്ടാകാവുന്ന വിധത്തിൽ പ്രകാശം പരത്തുന്നവരായിട്ട് നമ്മൾ ജീവിക്കണം. നമുക്കറിയാം, വിശുദ്ധാത്മാക്കളുടെ ജീവിതമെല്ലാം അതായിരുന്നു, പ്രകാശം പരത്തുന്ന ജീവിതം. മദർ തെരേസയെക്കുറിച്ച്, വിശുദ്ധ മദർ തെരേസയെക്കുറിച്ചുള്ള ജീവചരിത്രത്തിൽ പറയപ്പെടുന്നത് അവിടെയെല്ലാം തിന്മ, അതായത് ആ വഴിയോരങ്ങളിൽ, കൽക്കട്ടയിലെ തെരുവീഥികളിൽ അലഞ്ഞു തിരിയുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ, അവരെ നോക്കാൻ, അവരെ പരിപാലിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. വഴിയോരങ്ങളിൽ അനേക കുഞ്ഞുങ്ങൾ, ജീവനോടെയുള്ള മനുഷ്യ കുഞ്ഞുങ്ങൾ കിടന്നപ്പോൾ അവരെ ശുശ്രൂഷിക്കാനായിട്ട് മദർ തെരേസ ഇറങ്ങി തിരിച്ചു. അതിൽ നിന്ന് ലോകം പ്രകാശം പരത്തുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തി. ലോകം പറഞ്ഞു, ഇതാ അന്ധകാരം നിറഞ്ഞ ലോകത്ത് പ്രകാശം പരത്തുന്ന മദർ തെരേസ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മദർ തെരേസയെ ലോകം വിശുദ്ധ എന്ന് വിളിച്ചു. നമുക്കറിയാം, കുഷ്ഠരോഗികളുടെ ഇടയിലേക്ക് കടന്നുപോയ ഫാദർ ഡാമിയൻ, ആ കുഷ്ഠരോഗികളുടെ ഇടയിൽ വനാന്തരങ്ങളിൽ കഴിഞ്ഞ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈശോയെ സ്വീകരിച്ച പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാനായിട്ട് ഫാദർ ഡാമിയൻ അങ്ങോട്ടേക്ക് ഇറങ്ങി തിരിച്ചു. അവരുടെ ഇടയിൽ ഒരു ശുശ്രൂഷകനായിട്ട് ജീവിച്ചു. അന്ധകാരം നിറഞ്ഞ ആ ലോകത്ത് പ്രകാശം പരത്തി വിശുദ്ധനായ ആ മനുഷ്യൻ ഫാദർ ഡാമിയൻ ജീവിച്ച് അവരെ ശുശ്രൂഷിച്ച് അവരിൽ നിന്ന് രോഗം തന്നെ, പീഡകൾ ഏറ്റുവാങ്ങി കുഷ്ഠരോഗിയായി ആ ഫാദർ ഡാമിയൻ മരിച്ചു. പിന്നീട് ലോകം പറഞ്ഞു, ഇതാ അന്ധകാരം നിറഞ്ഞ പ്രദേശത്ത് പ്രകാശം പരത്തിയ ഫാദർ ഡാമിയൻ. പ്രിയമുള്ളവരെ, ഇതുപോലെ അന്ധകാരം നിറഞ്ഞ ലോകത്ത് അന്ധകാരത്തിൽ നിന്ന് മോചനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളെ നമ്മൾ ഉപേക്ഷിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് പ്രകാശമെന്തെന്ന് മനുഷ്യരറിയണം എന്ന് ഈശോ പറഞ്ഞല്ലോ. അന്ധകാരം നിറഞ്ഞ പ്രദേശത്ത് സൽപ്രവൃത്തികളാൽ പ്രകാശം പരത്തുന്നവരായി, അത് പ്രസരിപ്പിക്കുന്നവരായി നമുക്ക് മാറാം. അതിന് നല്ലവനായ ദൈവം അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രൈസ് ദ ലോർഡ്.